ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് എന്ത് വീഡിയോ എടുക്കുമെന്ന് ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു ഈവനിങ് വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്, വർക്കൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾ വീഡിയോസ് എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയില്ല. നമ്മൾ മുന്നിട്ട വീഡിയോസ് നമ്മൾ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ വെയിറ്റ് കുറയ്ക്കുന്ന ഒരു ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. എല്ലാ ദിവസം വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. ഒരുപാട് പുഷ് ചെയ്യാണ്ട് എന്താണോ നമ്മുടെ വീട്ടിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു മാസം ഒരു 2 കിലോ ആണ് എൻ്റെ ടാർഗറ്റ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കുറയ്ക്കുന്ന ഒരു അങ്ങനത്തെ ഇതൊന്നല്ല ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എല്ലാം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വെയിറ്റൊക്കെ കുറയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ. അപ്പോൾ അത് ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ട്രെയിന് മാറിയിട്ടാണ് കേട്ടോ കയറിയത്. സ്റ്റാറ്റ്ഫോർഡ്ക്കുള്ളതിന് പകരം നോർത്ത് ഗ്രീൻവിച്ചിലേക്കുള്ളതാണ് കയറിയത്. അപ്പോൾ അങ്ങനെ ട്രെയിനൊക്കെ മാറി കയറി വീട്ടിലെത്തി ഫാസിനെയും വിളിച്ച് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വെതർ എന്ന് പറയുന്നത് ഒരു ചെറിയ തണുപ്പും അതുപോലെ തന്നെ നല്ല സൺലൈറ്റും ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ഒരു അടിപൊളി വെതറായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മോർണിംഗും അതുപോലെ തന്നെ ഒരു നൈറ്റ് ആകുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. നമുക്ക് എണീക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും രാവിലെ വർക്കിനൊക്കെ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്കൊന്നും കൂടി അടുത്താണ്, നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്താണ് എല്ലാ ഷോപ്പും ഉള്ളത്. നമ്മുടെ ജിമ്മായാലും എല്ലാം അതും നമുക്ക് അടുത്താണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഹോളണ്ട് ആൻഡ് ബാരറ്റിലാണ്. ഇത് UK മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ഒരു സപ്ലിമെൻറ്റ്സും ഇതൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. കൂടുതൽ ഇവർ നാച്ചുറൽ പ്രൊഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കോക്കനട്ട് ഓയിൽ എടുത്തു, അതുപോലെ തന്നെ ഈ ഒരു ഹെയർ മാസ്ക് എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ റോസ്മെരിയുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്താലോ എന്ന് വിചാരിച്ചു, പിന്നെ കോക്കനട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ നട്ട്സും അതുപോലെ തന്നെ ഹെൽത്തി സ്നാക്സ്, സപ്ലിമെൻറ്റ്സ്, വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ്, ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ പ്രോട്ടീൻ പൗഡർ, ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവർ നാച്ചുറൽ പ്രൊഡക്റ്റാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പാസ്ത അങ്ങനത്തതൊക്കെ ഇവിടെ വന്നിനാൽ ഒന്നും കൂടി നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. അധികം കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത ഐറ്റംസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് UK എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പ്. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് വേ പ്രോട്ടീൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അൺഫ്ലേവേർഡ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ അത് യൂസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഞാൻ അതന്നെ ഇവിടുന്ന് വാങ്ങിക്കാൻ വിചാരിച്ചു എനിക്ക്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു പ്രോട്ടീൻ പൗഡർ എടുത്തു. പിന്നെ കൊളേജൻ്റെ ഈ ഒരു സപ്ലിമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒരു പൗഡർ, കൊളേജൻ പ്രോട്ടീൻ പൗഡർ എടുത്തു. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഇതാ കണ്ടോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നട്ട്സിൻ്റെ ഒക്കെ പൗഡർ, ഇത് നമുക്ക് ഓട്സിൽ അങ്ങനത്തെ സംഭവത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ പീനട്ട് ബട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും ഓയിലൊന്നും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള നമ്മുടെ പീനട്ട് ബട്ടറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഈ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് പാം ഓയിലൊന്നും ചേർക്കാത്ത പീനട്ട് ബട്ടറാണ്. നമ്മൾ പീനട്ട് ബട്ടറൊക്കെ വാങ്ങിക്കുമ്പോൾ ബാക്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുമ്പോൾ കാണാം കൂടുതലും കണ്ടന്റ് പാം ഓയിലൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ അതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളിപ്പോൾ JDയിൽ വന്നതാണ്. പക്ഷേ ഒന്നും എടുത്തൊന്നുമില്ല. ഫാസിക്ക് 1-2 ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കയറിയത്. അപ്പോൾ ഇതാ B&Mലേക്ക് വന്നതാണ്. ഇതൊരു ചെറിയൊരു ഷോപ്പിംഗ് മോളാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബൾബൊക്കെ വാങ്ങിക്കാണ്ട് നമ്മുടെ ബെഡ് ലാമ്പിന് ഇടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ കോറിഡോറിൽ ഇങ്ങനെ വെജിറ്റബിളിൻ്റെ ഷോപ്പും നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പൊക്കെ കണ്ടപ്പോൾ നോക്കി, പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല. അവിടുന്ന് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു പപ്പായൊക്കെ നോക്കിയപ്പോൾ. പിന്നെ ഇതാ ഇവിടെ ക്രിസ്മസിനൊക്കെ വരവേൽക്കുന്നതായിട്ടുണ്ട് കേട്ടോ. ഒരു സീസണിലേക്ക് കയറിയിട്ടുണ്ട്. തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ സാധനങ്ങളും അതിനനുസരിച്ചിട്ട് ഇവർ ചേഞ്ച് ചെയ്യും. ബെഡ്ഷീറ്റ് ആയാലും ഡ്യുവറിൻ്റെ സെറ്റ് ഒരു കവറായാലും അതൊക്കെ നമുക്കിവിടെ തണുപ്പിനുള്ളതാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസും കാൻഡിൽ ലൈറ്റും പ്ലാന്റ്സും
ഫർണിച്ചറും എല്ലാം ഉണ്ട് കേട്ടോ B&Mൽ. നമുക്കൊരു വീട് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഓവർ പ്രൈസ്ഡ് ഒന്നല്ല, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഷോപ്പാണ് B&M. അപ്പോൾ ഞാൻ ചുമ്മാ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വെറൈറ്റി മിററും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ വന്നതിനാലും നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ. എന്താ പറയുക, നമ്മുടെ ചെറിയൊരു ഐക്കിൻ്റെ അത്ര സെറ്റപ്പ് അല്ലെങ്കിലും അതേപോലത്തെ തന്നെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ എന്താ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ ഫോട്ടോ ഫ്രെയിംസ്, പ്ലാന്റ്സ്, അങ്ങനത്തെ എല്ലാതും ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് കുറേ കുഷ്യൻസും നമ്മുടെ ലോണ്ടറി ബാസ്ക്കറ്റും അതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒന്നും കൂടി കോസി ആയിട്ട് നമുക്ക് ബെഡ്റൂംസൊക്കെ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കണ്ടോ ഫോട്ടോ ഫ്രെയിംസും അങ്ങനത്തതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ക്രിസ്മസ് ആവാനായല്ലോ, അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ക്രിസ്മസ് അപ്പൂപ്പനും അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ അടുത്തുള്ളത് ഇതാ ഇങ്ങനത്തെ ഒരു ലോണ്ടറി ബാസ്ക്കറ്റാണ്. ഇതേ സെയിം സാധനമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. B&Mന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ദാഹം വന്നപ്പോൾ നമ്മൾ നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം വാങ്ങിച്ചിട്ട് കുടിക്കുകയാണ്. എനിക്ക് B&Mൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും അവിടെ ഒരുപാട് സാധനങ്ങളുള്ളതുകൊണ്ട് അതെല്ലാം കണ്ട് നടന്ന് ഒരുപാട് സമയം പോകട്ടെ. അങ്ങനെ ഇപ്പോൾ ഒരുപാട് സമയം ഞാൻ വേസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. പക്ഷെ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. എന്തോ ഒരു സുഖം തരും അത് നോക്കി നടക്കുമ്പോൾ. ഇനി നമുക്ക് ലിഡിൽ പോകാനുണ്ട്, അതുപോലെ തന്നെ അസ്തയിൽ പോകാനുണ്ട്. അപ്പോൾ ലിഡിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ചില സാധനങ്ങൾ അവിടെ ഒന്നും കൂടി പ്രൈസ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ മാർക്കറ്റ് ആയിരുന്നു. ഇപ്പോൾ ലേറ്റ് പോകുന്നതുകൊണ്ട് തന്നെ അവർ അതെല്ലാം അയച്ചു മാറ്റി വണ്ടിയിൽ കയറ്റുന്നതാണ് കേട്ടോ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുക. പിന്നെ ഈ മാർക്കറ്റിന് മുന്നേ കാണിച്ചിട്ടുണ്ട്, ഏതെങ്കിലും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും ഞാൻ. ഡ്രസ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുന്നത്, ഈ ഒരു ഷോപ്പിൽ നിന്ന്. ഇവിടുന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പച്ചക്കറികളും കിട്ടും. ചക്ക, മാങ്ങ ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ തക്കാളി, ഉള്ളിയൊന്നും നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാറില്ല. ഒന്നെങ്കിൽ ലിഡിൽ അല്ലെങ്കിൽ അസ്തേന്നാണ് കേട്ടോ വാങ്ങിക്കൽ. കുറച്ചുകൂടി ഓവർ പ്രൈസാണ് ഇവിടെ. അവിടെ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ചീപ്പായിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും. വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങാം. പച്ചമുളക് അതാകുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, കുറച്ച് പ്രൈസ് കുറവുമാണ്. പിന്നെ പഴമൊക്കെ നമ്മൾ ഇവിടുന്നാണ് വാങ്ങിക്കുന്നത്. നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ നേന്ത്രപ്പഴം 3 എണ്ണത്തിന് 1 പൗണ്ടായിട്ട്. പിന്നെ എന്താ മുരിങ്ങക്കായ, പച്ചമഞ്ഞൾ ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നെല്ലിക്ക, വഴുതനങ്ങ, വെണ്ടക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാറ് ഇവിടുന്നാണ്. പിന്നെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഇവിടെ കിട്ടും. പിന്നെ എന്താ നമ്മുടെ തൊലി കൊടുക്കാനുള്ള കടലുണ്ടല്ലോ, എന്തോ പേര് പറയുന്നതിന്,
പിന്നെ ചെറിയുള്ളി, ഇത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ ഇത് കണ്ടത്. സാധാരണ ഞാനിത് ഈസ്റ്റ് ചാമിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കൽ. പിന്നെ ഇവിടെ വേറെ ഷോപ്പിലൊക്കെ കിട്ടും, ടെസ്കോയിലൊക്കെ കിട്ടുന്നത് ഇവിടുത്തെ ചെറിയുള്ളിയാണ്. അത് ഭയങ്കര വലുതാണ് കേട്ടോ, ഒരു ഉള്ളിയുടെ ഒക്കെ വലുപ്പം തന്നെ ഉണ്ട്. പിന്നെ ഇതാ തേങ്ങ ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ തേങ്ങയും മല്ലിയിലയും അതുപോലെ തന്നെ പപ്പായൊക്കെയാണ് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചക്ക ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ നാട്ടിലത്തെ സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഇഷ്ടം. ഇവിടെ കിട്ടുന്നത് ഭയങ്കര ഓറഞ്ച് കളറാണ്, ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇലകളൊക്കെ ഫ്രഷ് ആണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. പിന്നെ എന്താ ചക്ക നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് ഇവർ കട്ട് ചെയ്ത് തരും ഇവിടെ. പക്ഷെ കണ്ടിട്ട് അത്ര മധുരം എനിക്ക് തോന്നുന്നില്ല, കുറച്ച് കൂടി പഴുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മളിപ്പോൾ ഉള്ളത് അസ്ദയിലാണ്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് അവക്കാഡോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടുന്ന് എടുക്കുന്നത്. കുറച്ച് സാലഡിൻ്റെ സ്പിനാച്ചും ക്യാരറ്റ് കട്ട് ചെയ്തതും അങ്ങനത്തെ ഒക്കെ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ഒന്നും കൂടിയും പ്രൈസ് കുറവാണ്. ഇവിടെയും അതുപോലെ തന്നെ ലിഡിലും കുറവാണ് കേട്ടോ. പിന്നെ എഗ്ഗ് അതൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ലിഡിൽ പെട്ടെന്ന് തന്നെ എഗ്ഗ് കഴിയും. പിന്നെ ബ്ലൂബെറി അങ്ങനത്തതൊക്കെ നമ്മൾ അസ്ദയിൽ നിന്നാണ് എടുക്കുന്നത്. ബ്രെഡ് നമ്മൾ ടെസ്കോയിലാണ് എടുക്കൽ. നമ്മൾ എടുക്കുന്ന ബ്രെഡ് ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ കുറേ ബേക്കറി ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാം, പല ഫ്ലേവറിലുള്ള ബണ്ണും കാര്യങ്ങളൊക്കെ. അസ്ദയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമുക്ക് അടുത്തടുത്താണ് കേട്ടോ ഈ ഷോപ്പുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ളത് ചെമ്മീനും സീബ്രീമുമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മളിപ്പോൾ ലിഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെറുനാരങ്ങ അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന ലിക്വിഡ് അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ഒരുപാട് ക്രോസോൺസും അതൊക്കെ ഉണ്ട്, സ്റ്റഫ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഒക്കെ സ്റ്റഫ് ചെയ്തിട്ടൊക്കെ വരുന്ന ബ്രെഡും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ഇവിടെ ബേക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ചൂടോടെ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും നോക്കുന്നില്ല. പിന്നെ സവാളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഒന്നും കൂടിയും ചീപ്പാണ് കേട്ടോ. അപ്പോൾ അതും പാലൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് നട്ട്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ലിഡിൽ നിന്ന്. നമ്മൾ ഹോളണ്ടൻ ബാരറ്റിൽ പോയിട്ട് നോക്കിയെങ്കിലും അവിടെ കുറച്ച് ഓവർ പ്രൈസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ നിന്ന് എടുത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ലിഡിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ ബോട്ടിൽ ഞാൻ മുന്നേ യൂസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ വേറെ ആൽമണ്ട് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ഈ വാങ്ങിച്ച പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ള ഫ്ലേവർ, ഡബിൾ റിച്ച് ചോക്ലേറ്റ് കേട്ടോ. അൺഫ്ലേവേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അത് ഒരു ചവർപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചോക്ലേറ്റ് പ്രോട്ടീൻ പൗഡറാണ് കേട്ടോ പ്രിഫർ ചെയ്യുക. നമുക്ക് വല്ല ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇത് കുടിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നായിട്ടാണ് കേട്ടോ അത് എടുക്കുക. പിന്നെ നമ്മൾ ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് 1 മന്ത് മേലെ കിട്ടും. അല്ലാണ്ട് ടൊമാറ്റോ ഓണിയൻ അതൊക്കെ ആണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് ഞാൻ വാങ്ങിക്കൽ. പിന്നെ എപ്പോഴും നമ്മൾ ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല്, മുട്ട അങ്ങനത്തെ സംഭവങ്ങളാണ് എപ്പോഴും വാങ്ങേണ്ടി വരുന്നത്. പിന്നെ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങിക്കേണ്ടി വരും. അല്ലാത്ത സംഭവങ്ങളൊക്കെ മസാലപ്പൊടികൾ ഇങ്ങനത്തെ നട്ട്സ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഒരുപാട് ദിവസം ഓടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓഫ് ആയതുകൊണ്ടാണ് ഇതൊക്കെ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ ഇരിക്കും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. ഇപ്പോൾ ഫാസിക്ക് ചായ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ഞാൻ ഇതിൻ്റെ ഇടയിൽ റെഡിയാക്കി കൊടുക്കുകയാണ്. ഷോപ്പിംഗ് ഒക്കെ ചെയ്തു വന്നപ്പോഴത്തേന് നമ്മൾ ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഫാസിക്ക് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളന്ന് ഓൺലൈനായിട്ട് പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച സമയത്ത് ഈ ഒരു പ്രോട്ടീൻ ബാറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒപ്റ്റിമിയം ന്യൂട്രീഷ്യൻസിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് ബ്രൗണി ഫ്ലേവറാണ്. എപ്പോഴൊന്നും കഴിക്കലില്ല, എപ്പോഴെങ്കിലും നമുക്കൊരു ചോക്ലേറ്റൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇത് എടുക്കും. അപ്പോൾ അതാ ഞാനിപ്പോൾ നാളെ ഓഫ് ആയതുകൊണ്ട് തന്നെ വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ പീൽ ചെയ്തിട്ട് ബോട്ടിലാക്കിയേക്കാണ്. ഫിഷൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മസാല പുരട്ടി വെക്കണം. ഇങ്ങനെ പീൽ ചെയ്ത് വെക്കുമ്പോൾ
ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കറികൾ ഉണ്ടാക്കാനും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും പീൽ ചെയ്തതില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം ഞാൻ അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്, പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും കൂടി നമ്മുടെ ടൈമൊക്കെ സേവ് ചെയ്യാൻ നല്ലൊരു ഇതാണ് കേട്ടോ. ഇങ്ങനെ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നത്. കഴുകിയിട്ടില്ല, നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പോഴാണ് കഴുകുന്നത്. പിന്നെ കുറച്ച് ജീരകം വറുക്കുന്നുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ചെമ്മീനെല്ലാം ഞാനിങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഫിഷ് നമ്മുടെ സീബ്രീം ഇതേപോലെ മസാല തേച്ചിട്ട് ഇങ്ങനെ സിബ്ലോക്കിലാണ് കേട്ടോ വെക്കുന്നത്. പപ്പായൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് നമ്മളിപ്പോൾ കഴിച്ചു. പിന്നെ കപ്പ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.